ഹലോ ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 ഡേ 3 ആണ് എൻ്റെ ഇന്നത്തെ വിഷയം. ആക്ച്വലി ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. ഒന്ന് രണ്ട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. കമൻറ്റിൽ ഒരു കമൻറ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ജാസ്മിനെ പറ്റി ഇപ്പം നല്ല കുറ്റം പറഞ്ഞോ, പിന്നീട് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ തലയിലോട്ട് കയറും അല്ലെങ്കിൽ എനിക്കിട്ട് തരുമെന്നാണ് പറയണം. യെസ്, ഓഫ് കോഴ്സ്, അത് ഐ ആം എക്സ്പെക്ടിങ് ദാറ്റ്. അത് തന്നെയാണല്ലോ അവിടെയും കാണിക്കുന്നത്. അതായത് മുൻപേ കൂട്ടിയുള്ള പ്ലാനിങ് ഒന്നും നടത്താതെ അത്യാവശ്യം ചന്ത സ്വഭാവം അവിടെ കാണിക്കുന്ന ചന്ത കൊച്ച് പുറത്തിറങ്ങി വന്നാൽ എനിക്കിട്ട് താങ്ങുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ വിമർശനം പാടില്ല എന്ന് പറയുന്നവർ ഈ പറയുന്ന മീഡിയയിൽ വന്ന് നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ബിഗ് ബോസിൽ പോകാനും പാടില്ല. അതാണ് അതിനുള്ള ഉത്തരം. ഇനി നമുക്ക് ഡേ 3 വിഷയത്തിലേക്ക് വരാം. കൊള്ളാം കേട്ടോ, നന്നായിരുന്നു. പെർഫോമൻസ് ഒക്കെ സൂപ്പറായിരുന്നു. ഐ മീൻ ഡാൻസ് സൂപ്പറായിരുന്നു. ആൻഡ് കണ്ടിന്യൂസ്ലി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകതര സംഭവം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ രതീഷിനെ വെച്ചിട്ടുള്ള വാഴയെന്ന് നിങ്ങൾ പറയുന്ന, ഓന്തെന്ന് നിങ്ങൾ പറയുന്ന ഫേക്കായിട്ടുള്ള രതീഷ് എൻ്റെ കൂത്താട്ടുകുളത്തിന് നല്ല സൂപ്പറായിട്ടൊരു മറുപടി സുരേഷ് കൊടുത്തിട്ടുണ്ട്. അപ്പം സുരേഷ് കൊടുത്ത ആ ഒരു സാധനം, അതിനേക്കാൾ ഉപരി എനിക്കിഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സിജോ ആ ഒരു ഇത് കൊടുത്തു എന്നുള്ളതാണ്. സിജോ പറയണ ഞാൻ സംസാരിച്ചിട്ടില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ പറയാതെ പറയുന്ന ഒരു ടോൺ അതൊരു യൂട്യൂബറിന് മാത്രമാണ് സാധിക്കുന്നത്. അത് സിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിജോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തിൽ വളരെ സെൻസിറ്റീവാണ്. തീർച്ചയായിട്ടും ട്രാൻസ് വിഭാഗത്തിനെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ കാംനെസ് അവരുടെ പ്രതിനിധിയായി വന്ന ജാൻമണി കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തിരിച്ചു മറുപടി കൊടുത്തപ്പോൾ നല്ലൊരു നൊന്തു അല്ലേ. ഇറങ്ങിപ്പോകുന്ന ലെവലിലേക്ക് രതീഷിനെ കൊണ്ട് അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട് ജാൻമണി അനുഭവിച്ച വേദന. നിനക്ക് കുടുംബമുണ്ട്, നിന്റെ വീട്ടുകാർ പറയും, മറ്റുള്ളവർ പറയും, നിന്നെപ്പറ്റി ഒരു പുരുഷൻ തന്നെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി ഇല്ല വിഷമിക്കാൻ എന്നാണോ അതിൻ്റെ അർത്ഥം? വളരെ വൾഗറായ, വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. അതിന് കൃത്യമായി തന്നെ മറുപടിയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആരും ഇവനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവൻ പെട്ടിയും കുടുക്കയൊക്കെ എടുത്തോണ്ട് പോയിരുന്നു. 1-2 പേര് വന്നൊരു സംസാരമൊക്കെ സംസാരിച്ചെങ്കിലും സീരിയസ് ആയിട്ട് ഒരാൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കരമായിട്ട് ചർച്ച. അതിനൊരു കംപ്ലൈൻറ്റ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് രതീഷ്. കണ്ടോ ഞാൻ പുറത്തേക്ക് പോകാൻ പോകുന്നു, ഐ എം എ വെരി സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്, ബട്ട് ഞാൻ പുറത്ത് പോകുന്നൊന്നും മൈൻഡ് ചെയ്തേ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. 2 ദിവസം നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇവിടെ വർഷക്കണക്കിന് പരിചയമുള്ളവർ പോലും മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അതിനകത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നോറയ്ക്ക് ഇട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് പണിയാണ് ജാസ്മിൻ കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നോറയ്ക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാത്തേ ഉള്ളത്. മാത്രമല്ല, നോറ അതിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്നു കൊച്ചേ, 4-5 കൊല്ലം കൂടെ നടന്ന പെൺപിള്ളേരെ പോലും അവൾ 8 നിലയിൽ ചതിച്ചിട്ട് കയറി ഇരിക്കുന്ന പെണ്ണാണ്. അതിനെ കൊണ്ട് എന്ത് സാധിക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. ഊക്കമണി കൊടുക്കും ആ പെണ്ണ്. അതിനെ സൂക്ഷിച്ചോ എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റിക്ക് മനസ്സിലാവാനായിട്ടാണോ കംഫർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഗബ്രി, അതുകൊണ്ടാണ്, അല്ലാതെ ഗബ്രിയുമായിട്ടൊരു ലവ് സെക്ഷൻ ഇല്ലെന്ന്. അല്ലെ, ഞാനല്ല, റോക്കി അവിടെ പറയുന്നത്. അവർ തമ്മിലൊരു ലവ് സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നീ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന റോക്കിയാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അവിടെ റോക്കിയോടാണ് പറയേണ്ടത്, ഷെഫീനയോടല്ല. ഇനി വേറൊരു കാര്യമുണ്ട്, ചിലരുടെ ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. ഐ മീൻ ഈ ബിഗ് ബോസിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിലൊരാൾ പറഞ്ഞിരുന്നു, പഴയകാല വസന്തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല, പുതിയ കാല വാണങ്ങൾക്ക് തോന്നാത്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് ഫാമിലി ജനിച്ച് വളർന്ന, ഇസ്ലാമിയത്ത് കൊണ്ട് തന്നെ മുൻപോട്ട് വന്ന, ഇസ്ലാമിൻ്റെ വക്താവ് എന്നുള്ള രീതിയിൽ ഇസ്ലാമിയത്ത് വഴിഞ്ഞൊഴുകുന്ന, തുളുമ്പുന്ന ആ റീച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിയരെ തന്നെ ഉപയോഗിച്ചിരുന്ന ജാസ്മിന് അറിയില്ലേ, ഒരു പബ്ലിക് ഷോയാണത്. അതിനകത്ത് അത്രത്തോളം ക്യാമറകളുണ്ട്, പൊതുജനം അത്രത്തോളം വിജിലൻ്റ് ആയിരുന്ന ആ നോക്കും. പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ നോക്കുക തന്നെ ചെയ്യും. ഇവളെന്താ ഈ പേക്കൂത്ത് കാണിക്കാൻ പോണത്? തലയിൽ തട്ടം എടുക്കുന്നു, തട്ടം ഏറ്റുന്നു, ഇറക്കുന്നു. ഇത്തരം ഡ്രാമകളൊക്കെ കാണിക്കുമ്പോൾ ഇസ്ലാമിയർ നോട്ട് ചെയ്യില്ല എന്നാണോ വിചാരിക്കുന്നത്? ഇസ്ലാമിയരെ പറ്റിക്കാൻ ഈസിയാണ്. അതുകൊണ്ടാണ് അവളത് പറ്റിച്ചതും ആ ടോപ്പ് ലെവലിലേക്ക് പോയതും. അത് ഇസ്ലാമിയരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഒരു ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് വന്ന കുട്ടിയാണെന്നുള്ള പ്രിവിലേജ് തന്നെയാണ് ജാസ്മിൻ അവിടെ യൂസ് ചെയ്തത്. അത് പഴയകാല വസന്തം എന്നൊന്നും പറഞ്ഞ് കളിയാക്കാൻ നിൽക്കണ്ട. പുതിയ കാല വാണത്തിന് അത് മനസ്സിലാകത്തില്ല. പഴയകാല വസന്തത്തിനേക്കാൾ പുതിയ കാല വാണങ്ങൾക്ക് ചില തോട്ട്സ് ഉണ്ട്. ഈ ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുട്ടിക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഒരു ഷോയിൽ ചെന്ന് ഈ കംഫർട്ട് ആക്കാൻ ഗബ്രിയെ തന്നെ കിട്ടിയുള്ളൂ. അവിടെ എത്രയോ അമ്മമാരുണ്ട്.
എത്രയോ ഏജ്ഡായ ലേഡീസ് ഉണ്ട്, ആരടുത്ത് ഒരു വേവ് ലെങ്ത് വരുന്നില്ല. പോട്ടെ, നോറയില്ലേ, നോറയോടൊരു വേവ് ലെങ്ത് വരുന്നില്ലേ? ഈ നോറയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടാണോ ഗബ്രി എടുത്ത് പോയി മോങ്ങിക്കൊണ്ടിരുന്നത്? ഗബ്രി മാത്രമേ പുള്ളിക്കാരത്തി ഫൈൻഡ് ഔട്ട് ചെയ്തോളൂ. വിവാഹിതരായ ഒരുപാട്, ഇവിടെ ഏറ്റവും നല്ല സപ്പോർട്ടറല്ല, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി രതീഷ് അല്ലേ? എന്താ രതീഷിന്റെ നെഞ്ചിലേക്ക് പോയി ചാഞ്ഞു കിടന്ന് ഒന്ന് കരയാൻ പറ്റുന്നില്ലേ? എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോൾ വസന്തം ഏതാണ് കുഴപ്പമെന്ന് വാണത്തിന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആരെയാണോ പറഞ്ഞത് അത് തിരിച്ച് അതേ ടോണിൽ അങ്ങോട്ട് തന്നിട്ടുമുണ്ട്. സോ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം പറയാം, കാണുന്നവർ പ്രതികരിക്കും, പ്രതികരണം ഉണ്ടാകുക തന്നെ ചെയ്യും. വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ഈ ഒരു മേഖലയിൽ പോയി നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. വിമർശനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കണം ബിഗ് ബോസിൽ പോകേണ്ടത്. 24/7 അവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഡാറ്റ ചിലവാകുന്നുണ്ടെങ്കിൽ, അഫ്കോഴ്സ് വി ഹാവ് ഒപ്പീനിയൻ, ഞങ്ങളത് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ ജീവിച്ചത് രീതിയിൽ നിങ്ങൾ അതുപോലെ അവിടെ പോയി കാണിച്ചാൽ നോ പ്രോബ്ലം. പകരം അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെട്ടതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതികരണ ശേഷിയുള്ള ആളുകൾ പറയുക തന്നെ ചെയ്യും. നമ്മൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സാംസ്കാരികമായി നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ടില്ല, സമയമെടുക്കും. അപ്പോൾ ആ സമയപരിധിയും പ്രത്യേകിച്ച് കുലവിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കും വാച്ച് ചെയ്യുന്നതെന്നുള്ള ബോധം ഈ പറയുന്ന പുതുതലമുറയുടെ വാണത്തിനും കൂടെ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഇനി രതീഷിൻ്റെ കുറച്ച് കുൽസിതങ്ങൾ എനിക്ക് സത്യമായിട്ടും ഇന്നലത്തെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തേർഡ് സൂപ്പറായിരുന്നു. തഗ്ഗെന്ന് പറഞ്ഞാൽ തഗ്ഗായിട്ടാണ് എനിക്കെല്ലാം ഫീൽ ചെയ്തത്, ഒന്നൊഴിച്ചാൽ. ഒരെണ്ണത്തിൽ കുറച്ച് ഹാഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതായത് യമുന റാണിയോട് സിൻഡോ പറഞ്ഞ ഒരു വേർഡ് ഭയങ്കര ബോറായിരുന്നു. അയാൾക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അത് ബാത്റൂമിൽ വന്നാൽ കാണിച്ചു തരാമെന്ന് പറയുന്നിടത്ത് വാസ്തവത്തിൽ ഇതിനകത്തുള്ള ഒരു പെൺകുട്ടികൾക്കും ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയുടെ ഒരു ലെവൽ അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫെമിനിസ്റ്റിനെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യണമായിരുന്നു എന്നുള്ളതൊരു നിർബന്ധമായിരുന്നു. സോ കുറച്ചുകൂടെ കത്തിക്കേറിയേന. ആൻഡ് സൈക്കോ ബിഗ് ബോസ് ചെയ്യുന്ന കുറേ സൈക്കോസിസങ്ങളും ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. 3 പേരായിട്ട് തിരിക്കുക, അതായത് പവർ റൂമിൻ്റെ പവർ അറിയാൻ പറ്റാതെ ഇത് ചെയ്യാമോ അത് ചെയ്യാമോ എന്ന് പറയുന്ന ശ്രീരേഖയെ പോലുള്ളവർക്കുള്ള തിരിച്ചടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അതിനകത്ത് മെയിനായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തത് ആ ഒരു ത്രികോണ പ്ലേ ഉണ്ടല്ലോ, 3 പേരെ വെച്ചിട്ടുള്ള ഇതിനകത്ത്. പിന്നെ ജാസ്മിൻ്റെ പെർഫോമൻസ് ശപ്പ മാസ്. അടുത്തിരിക്കുന്നത് മിണ്ടരുതെന്ന് പറഞ്ഞ് എല്ലാവരും വിലക്കിയിട്ട് ഫുൾ സാധനം പുള്ളിക്കാരത്തി കിട്ടിയ സമയം കൊണ്ടങ്ങ് തകർത്ത് പിടിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു. പക്ഷേ അതിനകത്ത് നോറയ്ക്കിട്ടൊരു കുത്തും കൊടുത്തു. നോറയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിജോയാണോ പറഞ്ഞത് ജാസ്മിനാണോ പറഞ്ഞത് കൺഫേം അല്ല. ബട്ട് സമ്മൺ നോറ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ അവിടെ ഇരിക്കുന്നതാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോറ ഷൂട്ട് റിയാക്ട് കറക്റ്റായിട്ട് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ മോങ്ങി ഇരിക്കാമെന്നുള്ളതിനപ്പുറമെ ഇത് വിൻ ചെയ്യണമെങ്കിൽ നല്ല സ്ട്രാറ്റജി അതിനകത്ത് വർക്കൗട്ട് ചെയ്യണം. കൃത്യമായി പ്ലേ ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഫേക്കല്ല, റിയാലിറ്റി. അവൾ അങ്ങനെ തന്നെയാണ്, അവളുടെ ക്യാരക്ടർ അതാണ് അവൾ അവിടെ പെർഫോം ചെയ്യുന്നത്. ആ പെർഫോമൻസ് സൂപ്പറാണ്. തൊണ്ടയൊക്കെ പോയി ആകെ നശഘോഷയായിട്ടുണ്ട്. പുള്ളിക്കാർക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. കൂടുതലാകട്ടെ, എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം ജാസ്മിൻ കപ്പടിക്കണമെന്നുള്ളതാണ്. അത്രയ്ക്കുണ്ട് അവളുടെ പെർഫോമൻസ് അതിനകത്ത്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രേമ സ്ട്രാറ്റജി അങ്ങ് തേപ്പ് സ്ട്രാറ്റജി കളഞ്ഞിട്ട് കുറച്ചുകൂടെ ഗെയിമിലേക്ക് ഇൻവോൾവ് ആവാമെങ്കിൽ യു ആർ ദ ബെസ്റ്റ്. നല്ല കണ്ടസ്റ്റൻ്റ് ആണ്, നല്ല സൂപ്പറായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഞാൻ തന്നെ പറയുന്നുണ്ട്. താങ്ക് യു. ബിക്കോസ് ഞാൻ തന്നെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമില്ല, പക്ഷേ എന്നിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ യു ആർ പെർഫോമിങ് വെൽ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ത്രികോണ കോമ്പറ്റീഷൻ അതിനകത്ത് പെർഫെക്റ്റ്ലി ഈ സിജോയും ടീമും ജാസ്മിൻ്റെ ടീമിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടാണ് അവർ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് വളരെ വിഷമത്തോടു കൂടി ജാസ്മിൻ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളടുത്ത് ചോദിച്ചു പോലുമില്ല, അവർ തന്നെ തീരുമാനിച്ചു എന്ന്. അപ്പോഴാണ് നമ്മുടെ സൈക്കോ ബിഗ് ബോസ് കൃത്യമായിട്ട് ആക്ട് ചെയ്തത്. എന്നാൽ പിന്നെ നിങ്ങളായിക്കോട്ടെ അടുത്ത ജഡ്ജസ്, നിങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണമെന്ന്. അവിടെയും ഫെയർ പ്ലേ ആണ് നടന്നിട്ടുള്ളത്. കാരണം അവർക്ക് വേണമെങ്കിൽ ഈ വൈരാഗ്യത്തിന് സിജോയെയും ടീമിനെ അവോയ്ഡ് ചെയ്യാം. പക്ഷേ അവരുടെ പെർഫോമൻസ് അത് കാണിച്ചുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും പൊതുജനം ഇത് മനസ്സിലാക്കും എന്നുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ടും സിജോയെ തന്നെ അവരുടെ ഇതിനെ ചൂസ് ചെയ്തെടുത്ത് അത് ഒരു ബ്രില്യൻറ്റ് ഇതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ട് ജാസ്മിനും ടീമും എടുത്തിട്ടില്ല. ആൻഡ് അവിടെ ആ പെൺകുട്ടി, അതായത് സൈലൻ്റ് ആയിട്ടിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പെൺകുട്ടി ഫയർ ആണെന്ന് തെളിയിച്ചു. രതീഷിനിട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, മാസ് കിട്ടിലോസ്കി. ആ കുട്ടിക്ക് ഈ ഒരു സ്ത്രീ വിരുദ്ധത കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് ദ ബെസ്റ്റ് വൺ
അതായത് കറക്റ്റായിട്ട് തിരിച്ച് പ്രതികരിക്കാൻ ശേഷിയുള്ള നല്ല ഫയറായ പുലിക്കുട്ടി പെണ്ണാണ് അത്. കറക്റ്റായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. മിണ്ടായിരിക്കണോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഷട്ടപ്പ് പറഞ്ഞ് കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടിയുടെ പേര് റസ്മിൻ എന്നാണ് കേട്ടോ, റസ്മിൻ എന്നായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്വരം അടിച്ചു പോയിട്ടുണ്ട്, ആൻഡ് സിജോയെ എല്ലാവരും കൈയോടെ പൊക്കിയിട്ടുണ്ട്. പക്ഷേ സിജോ അതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സുരേഷിനെ വിളിച്ച് വരുത്തി ഒരു സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് മാസീവായിട്ട് ഇഷ്ടപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും എന്തിൻ്റെ പേരിലായാലും സ്പോട്ടിൽ രതീഷിന് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കൊടുത്തത് സൂപ്പറായിരുന്നു. ആൻഡ് ഹൗ ഒരു മനുഷ്യനെ അനാവശ്യമായി പ്രൊവോക്ക് ചെയ്താൽ, അനാവശ്യമായി ഇൻസൾട്ട് ചെയ്താൽ, പ്രത്യേകിച്ച് സെക്ഷുവൽ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സുരേഷിന് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് പെട്ടിയും പെടുക്കുകയൊക്കെ എടുത്തുകൊണ്ട് പോയത്. ആൻഡ് ഒരു കണ്ടന്റ് തന്നെയാണ് അത്. ബിഗ് ബോസ് കാര്യക്ഷമതയോടെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഓൾ ഇൻ ടോട്ടൽ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ 4ാമത്തെ എപ്പിസോഡിൻ്റെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകളുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. കുറേയൊക്കെ ഫെയർ പ്ലേ നടക്കുന്നുണ്ട്, ധാരാളമുണ്ട് കണ്ടന്റ്, നമുക്ക് ധാരാളമായിട്ട് പറയാനുണ്ടാകും. ബട്ട് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഗബ്രി ജാസ്മിൻ പ്രണയമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്ന റോക്കി ഈസ് ദ റോക്കി ബായ്. ആൻഡ് യമുന റാണിക്ക് കുറച്ചൊക്കെ കറേജസ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കിച്ചണിൽ കിടന്ന് കറങ്ങുന്ന ഒരു ടൈമാണുള്ളത്. ഈ കറേജും റിയാക്ട് ചെയ്യാനുള്ള പവറും ഒക്കെ ഉപയോഗിക്കേണ്ടടുത്ത് യമുന റാണി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് സിൻഡോ എന്ന ജിബ്രൂട്ടൻ പറഞ്ഞത് വളരെ ഒരു മൈന്യൂട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു സീരിയസ് സംഗതിയാണ് ആൻ ഇൻസൾട്ട്. നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീത്വത്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നെങ്കിൽ അത് റിയാക്ട് ചെയ്യാൻ കഴിയാത്ത സ്ത്രീകൾ തന്നെയാണ് പരാജയം എന്നുള്ളതിൻ്റെ തെളിവാണ് യമുന റാണി എന്ന് ഞാൻ പറയും. ബാക്കി ഒക്കെ ആസ് യൂഷ്വൽ നടക്കുന്നുണ്ട്, നോക്കാം, കാത്തിരുന്ന് കാണാം. പിന്നെ സേറ ഇരുന്ന് കരയുന്നുണ്ട്. സേറ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. 4 വർഷത്തോളം കൂടെ കൊണ്ട് നടന്ന കൂട്ടുകാരി അതിഭീകരമായി ചതിച്ച നല്ല അൽക്കൂസ് മോളാണ് ജാസ്മിൻ. അത് 2 ദിവസം കൊണ്ട് നിനക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് സമാധാനിക്കുക. നീ ചൂസ് ചെയ്ത ഫ്രണ്ട് വളരെ റോങ് ആണ്. സോ ചൂസ് വൈസ്ലി, ചേഞ്ച് യുവർ വ്യൂ പോയിന്റ് ആൻഡ് നല്ലൊരാളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പഴയകാല വസന്തങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന പുതിയ കാല വാണങ്ങൾക്ക് ഒരു മറുപടി കൂടെയുണ്ട്. പുതിയ കാല വാണങ്ങളെ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ തന്നെ പഴയകാല വസന്തങ്ങൾ ആവുക തന്നെ ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരിക്കണം കേട്ടോ. അത് പഴത്തില വീഴുമ്പോൾ പച്ചിലിരുന്ന് കിണിക്കണ കണക്കാണ്. നിനക്കും ഒരു പഴത്തിലെ ആകാനുള്ള ചാൻസ് ഉണ്ടാകും, അത് തന്നെ ചെയ്യും. കുറച്ചുകൂടെ ബ്രെയിൻ വളർച്ച കൊണ്ടാവുന്നത് നല്ലതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ടേം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ഇല്ല വെച്ചാൽ ഈ അങ്ങോട്ട് തരുന്ന ആ ബഹുമാനത്തിൻ്റെ ലെവൽ ഞാൻ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പറയുന്ന വ്യക്തിയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.